കഴിഞ്ഞ 12 വർഷമായിട്ട് സുപ്രഭാതം എന്ന് പറയുന്ന ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നു, സമസ്തയുടെ മുഖപത്രമായിട്ട്. ആ പത്രത്തിന്റെ പോളിസി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുതലുള്ള ചെറുശ്ശേരി ഉസ്താദ് മുതലുള്ള ആ സ്ഥാപനത്തിന്റെ പത്രത്തിന്റെ സ്ഥാപക ചെയർമാനായ കൂട്ടുമല ബാപ്പുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരാണ്. അവരതിന്റെ പോളിസി പറഞ്ഞത് എന്താണ്? അവരതിന്റെ പോളിസി പറഞ്ഞത് എല്ലാവരുടെയും വാർത്തകൾ കൊടുക്കണം, എല്ലാവരുടെയും വാർത്തകൾ കൊടുക്കണം. എന്നാൽ സമസ്തയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടിയുടെ വാർത്ത മറ്റു പാർട്ടിയുടെ വാർത്ത കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യപൂർവ്വം കൊടുക്കണം. അത് 12 വർഷം മുമ്പുണ്ടാക്കിയിട്ടുള്ള ഒരു പോളിസിയാണ്. ഇന്നും പത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ആ പോളിസി അനുസരിച്ചാണ് ആ പാർട്ടിയുടെ വാർത്ത ആ പത്രത്തിൽ വന്നിട്ടുള്ളൂ. വ്യാപകമാണ് അത്. എല്ലാ ദിവസവും ആ പോളിസി അനുസരിച്ചാണ് ആ പത്രം പ്രസിദ്ധീകരിക്കുന്നത്. ആ പാർട്ടിക്കെതിരെ ഇന്ന് വരെ ആ പത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരെ ഇന്ന് വരെ ഒരു വാർത്ത വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്കെതിരെ ഇന്ന് വരെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? ആ പാർട്ടിക്ക് ദോഷകരമാകുന്ന ഏതെങ്കിലും ഒരു വാർത്തയോ പ്രസ്താവനയോ ഈ 12 വർഷത്തിനിടയിൽ ആ പത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പരസ്യം വരും. പരസ്യം എല്ലാവരുടെ പരസ്യം വരും. കാരണം പരസ്യമാണ് ഒരു പത്രത്തിന്റെ വരുമാനം. അതിനെ പരസ്യത്തെ പരസ്യമായിട്ട് കാണണം, അല്ലാതെ പരസ്യം നോക്കിയിട്ട് ആരെങ്കിലും വോട്ട് ചെയ്യാൻ പോകാറുണ്ടോ? ഓരോരുത്തർക്കും അവന്റെ രാഷ്ട്രീയം ഉണ്ടാകും. ഓരോരുത്തർക്കും അവന്റെ രാഷ്ട്രീയം ഉണ്ടാകും. നാളെ തെരഞ്ഞെടുപ്പാണ്. നാളത്തെ പത്രത്തിൽ പരസ്യം ഏതാ നോക്കുക, എന്നിട്ടാണ് ഞാൻ വോട്ട് തീരുമാനിക്കുന്ന ആരെങ്കിലും തീരുമാനിക്കൂ? പത്രത്തിൽ പരസ്യം വരും. അത് പത്രത്തിന്റെ വരുമാനമാണ്. ഇപ്പൊ സർക്കാർ പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആരാ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? LDF ആണ്, ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ പരസ്യങ്ങൾ ഏതൊക്കെ പത്രത്തിലാണ് വരുന്നത്? എല്ലാ പത്രത്തിലും വരുന്നുണ്ട്. എന്താ നിങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, നിങ്ങളെ പരസ്യം കൊടുക്കൂല എന്ന് പറയാറുണ്ടോ? സർക്കാർ പരസ്യം കൊടുത്തില്ലെങ്കിൽ തൂക്കാൻ വിധിക്കൊന്നുമില്ല, താല്പര്യമുള്ള പരസ്യം കൊടുത്താൽ മതി. സർക്കാർ പരസ്യത്തിൽ ഇന്നാലിന്റെ പരസ്യം ഞങ്ങൾ നാളെ കൊടുക്കുന്നില്ല എന്നൊരു പത്രം തീരുമാനിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതിന്റെ പൈസ ഇട്ടില്ല എന്നുള്ളൂ. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ വളരെ അനാവശ്യമായി നമ്മുടെ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഐക്യത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നമ്മുടെ നാട് സമാധാനപരമായിട്ട് എങ്ങനെ പോയോ അതുപോലെ പോകാവുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ആ സാഹചര്യത്തിലൂടെ തന്നെ നാളെ നമുക്ക് മുന്നോട്ട് പോകണം. അതിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് സമുദായത്തിന് കരണീയമായിട്ടുള്ളത്, സമുദായത്തിന് ഗുണപരമായിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്കത് തുണക്കും. സമസ്ത